ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ഓട്ടോറിക്ഷ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് കണ്ടാലോ. നമ്മുടെ കേരളത്തിൽ ബൈക്ക് കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും കാണാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ഈ ഓട്ടോകൾ. നമ്മൾ വലിയ സ്റ്റാൻഡേർഡിൽ ഓട്ടോറിക്ഷ എന്ന് വിളിക്കുന്ന ഈ വാഹനത്തിനെ തായ്ലാന്റിൽ വിളിക്കുന്ന പേര് കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടാൻ സാധ്യതയുണ്ട്. ടുക്ടുക് വണ്ടി എന്നാണ് തായ്ലാന്റിലെ ഇതിന്റെ പേര്. പിന്നെ ഞെട്ടിയില്ലെങ്കിൽ ഒന്ന് ഞെട്ടിയേക്ക്. ആദ്യത്തെ പണി എന്നത്തെയും പോലെ ബോഡി ഉണ്ടാക്കലാണ്. അതിനായി സ്റ്റീൽ ഷീറ്റുകളെ മോൾഡുകളിൽ വെച്ച് അമർത്തി ബോഡി പാർട്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഓട്ടോറിക്ഷയുടെ ചെറുതും വലുതുമായ എല്ലാ പാർട്സുകളും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അടിഭാഗത്തിന് കുറച്ച് കനം കൂടുതലുണ്ടാവും. ശേഷം എല്ലാം കൂടി ചേർത്ത് വെച്ച് വെൽഡ് ചെയ്ത് ഒട്ടിക്കുന്നു. ഇനി പെയിന്റ് അടിക്കലാണ്. ഇതൊരു ഒന്നൊന്നര പരിപാടിയാണ്. ആദ്യം തുരുമ്പ് പിടിക്കാതിരിക്കാനായി ബോഡിയെ പല കെമിക്കലുകളിൽ മുക്കി ഓവനിൽ കടത്തി ഉണക്കി അതിന് മുകളിൽ പെയിന്റ് അടിക്കുന്നു. ഇനി അകത്തുള്ള കുടലും ലോറും ഹാർട്ടുമല്ല വെച്ചാൽ സാധനം റെഡി. ആദ്യം എഞ്ചിൻ, പിന്നെ ഡാഷ്ബോർഡ്, സ്റ്റിയറിംഗ്, ലൈറ്റ്, ബാറ്ററി, ടയർ, അങ്ങനെ ബാക്കിയുള്ളതും. ശേഷം അതൊന്ന് ഓടിച്ചു നോക്കി എല്ലാം സെറ്റിൽ ഒന്നുറപ്പിച്ച് സീറ്റും ഗ്ലാസും മുകളിലത്തെ ഷീറ്റും ഇടുന്നു. അങ്ങനെ സാധനം റെഡി. പിന്നെ പോകുന്നതിന് മുമ്പ് ആ ലേക്ക് ബട്ടൺ അമർത്തേക്കണേ. ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ഓട്ടോറിക്ഷ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് കണ്ടാലോ. നമ്മുടെ കേരളത്തിൽ ബൈക്ക് കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും കാണാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ഈ ഓട്ടോകൾ. നമ്മൾ വലിയ സ്റ്റാൻഡേർഡിൽ ഓട്ടോറിക്ഷ എന്ന് വിളിക്കുന്ന ഈ വാഹനത്തിനെ തായ്ലാന്റിൽ